വെൽക്കം ടു റിജുവൻ PSK ഓൺലൈൻ ക്ലാസ്സസ്. നമുക്കിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ നമ്മൾ കണ്ടു. എന്നിട്ട് അതിന് ശേഷം എപ്പോഴാണ് രണ്ട് ന്യൂക്ലിയോൺസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്, എപ്പോഴാണ് അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. So today we have to start with the properties of nuclear force. Properties of nuclear force. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ അനാലിസിസ് വഴി തിയററ്റിക്കലായിട്ടും നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ന്യൂക്ലിയർ ഫോഴ്സ്, ആ മൂന്ന് പേരെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇസ് ടു ഫോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇസ് ടു ഫോഴ്സ് ഓഫ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ. ദേ വിൽ ബി കമ്മിങ് around 1:10⁻²36:10⁻38. ഈ ഒരു റേഞ്ചിലാണ് അവരുടെ കമ്പാരിസൺ വരുന്നത്. സോ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ അവരുടെ സൈസിലുള്ള കമ്പാരിസൺ ആണ്. ഇത് 1 ന്യൂട്ടൺ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 10⁻36 ന്യൂട്ടൺ ആയിരിക്കും. സോ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻38 ന്യൂട്ടൺ ആയിരിക്കും. അത്രയും സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. പക്ഷേ അത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണെന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് റേഞ്ച്ഡ് ഫോഴ്സ് ആണ്. ഷോർട്ടസ്റ്റ് റേഞ്ച്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 0.8 ഫെർമിയിൽ തുടങ്ങി ഒരു 2 to 3 ഫെർമി വരെ മാത്രമേ നമുക്ക് അതിൻ്റെ റേഞ്ച് കിട്ടുള്ളൂ. അതിലപ്പുറത്തേക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് എല്ലാം ക്യാൻസലായി പോകും. അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ്. ഇനിയിപ്പോൾ മൂന്നാമത് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് പ്രോട്ടോൺ ആണെങ്കിലും ഫോഴ്സ് ഓഫ് അപ്പോൾ 3 തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് പ്രോട്ടോൺ പ്രോട്ടോൺ, പിന്നെ ഒന്ന് പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ ഉണ്ടാവാം. ഇതെല്ലാം ഓൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്രോട്ടോൺ പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും ന്യൂട്രോൺ പ്രോട്ടോൺ ആണെങ്കിലും. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെയോ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോലെയോ അല്ല നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അതിൽ എന്തുണ്ട്? ചാർജ് ഡിപ്പെൻഡൻസ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ അത് ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി പോലെയോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പോലെയോ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഗ്രാവിറ്റിക്കും ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റിക്സിനും ഉണ്ട്, ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റ് രണ്ട് ഫോഴ്സുകളും സെൻട്രൽ ഫോഴ്സുകളാണ്. അതായത് വേർ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². പക്ഷേ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്. അതായത് യു കനോട്ട് റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് F = k/r². അപ്പോൾ ആ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോഴ്സാണ്. പിന്നെ ഇവിടെ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോയിങ് എ സാച്ചുറേഷൻ എഫക്റ്റ്. സാച്ചുറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എന്താണ് സാച്ചുറേഷൻ എഫക്റ്റ് എന്ന് കാണാം. സാച്ചുറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്, ന്യൂട്രോൺസും പ്രോട്ടോൺസും. ആ പാർട്ടിക്കിൾസ് തൊട്ടടുത്തുള്ള നെയ്ബറുമായിട്ട് മാത്രമേ അതിന് എന്തുണ്ടായിരിക്കുള്ളൂ? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഓക്സിജൻ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓക്സിജൻ ന്യൂക്ലിയസിൻ്റെ അടുത്ത് 8 പ്രോട്ടോൺ ഉണ്ടാവും, 8 ന്യൂട്രോൺ ഉണ്ടാവും. സോ ഓരോ പ്രോട്ടോണും അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പാർട്ടിക്കിളായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഓരോ ന്യൂട്രോണും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളായിട്ട് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ വെച്ചാൽ ദ വെരി അഡ്ജസൻറ്റ് നെയ്ബർ. ഇപ്പോൾ ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വെറുതെ വിചാരിച്ചോ നിങ്ങൾ. ഇപ്പോൾ പാർട്ടിക്കിൾസ് ഏതും ആയിക്കോട്ടെ, ന്യൂട്രോൺ ഉണ്ടാവാം, പ്രോട്ടോൺ ഉണ്ടാവാം, പലതും ഉണ്ടാവും അതിൽ. ഇപ്പോൾ ഈ ഒന്നുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കുക, അതല്ലേ നല്ലത്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇത് ഏതോ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. കുറേ ന്യൂക്ലിയോൺസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആർബിട്രറി ആയിട്ട് ഇങ്ങനെ ഒരു ആറ്റം കൺസിഡർ, ഇങ്ങനെ ഒരു ന്യൂക്ലിയോൺ കൺസിഡർ ചെയ്യുകയാണ്. ഈ ന്യൂക്ലിയോണിന് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇതുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവും, ഇതുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവും. 1, 2, പിന്നെ വരുന്നത് 3, 4, 5, 6, 7. ഈ 7 എണ്ണമായിട്ട് മാത്രമേ അതിന് എന്തുണ്ടായിരിക്കുള്ളൂ, ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഇതുമായിട്ട് ഇപ്പുറത്തിരിക്കുന്നത് ഈ പാർട്ടിക്കിളുമായിട്ട് എന്തുണ്ടായിരിക്കില്ല, അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇതുമായിട്ട് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന നെയ്ബറുമായിട്ട് മാത്രം ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സാച്ചുറേഷൻ എഫക്റ്റ്. അപ്പോൾ സാച്ചുറേഷൻ എഫക്റ്റ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ഇപ്പോൾ നമുക്ക് അതിൽ പ്രോപ്പർട്ടീസ് പിന്നെ അടുത്ത് പറയേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. 2 ന്യൂട്രോൺസ് തമ്മിലാണെങ്കിൽ ദേ വിൽ ബി ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് എ പാർട്ടിക്കിൾ കോൾഡ് ആസ് മീസോൺസ്. യുക്കാവാസ് മീസോൺ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹയർ ലെവലിൽ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ +2 ലെവലിൽ അതില്ലാത്തതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയേണ്ട കാര്യം എന്താണ്, ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഫോഴ്സ്. ആ എക്സ്ചേഞ്ച് ഫോഴ്സ് പോസിബിൾ ആക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ എ പാർട്ടിക്കിൾ കോൾഡ് ആസ് മീസോൺസ്. അതായത് 2 ന്യൂട്രോൺസ് തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും മീസോണിക് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഈ പ്രോട്ടോണും ന്യൂട്രോണും എങ്ങനെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ, ഒരു പ്രോട്ടോൺ മീസോണിനെ അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറാം, ന്യൂട്രോൺ ആയിട്ട് മാറാം. അതേപോലെ തന്നെ തിരിച്ച് ഒരു ന്യൂട്രോൺ ഒരു മീസോണിനെ എമിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുകയും ചെയ്യാം, പ്രോട്ടോൺ ആയിട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് പോസിബിൾ ആയിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് നമുക്ക് പറയേണ്ട കാര്യം, ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഇനിയിപ്പോൾ അവിടെ ലാസ്റ്റ് പറയേണ്ട പോയിന്റ്, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് പാർട്ടിക്കിൾസിനെ കണ്ടു. അപ്പോൾ പാർട്ടിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ പാരലൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസും കാണാം, ആൻറ്റി പാരലൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസും കാണാം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ സ്പിൻഡ് പാർട്ടിക്കിൾസ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ആൻറ്റി പാരലൽ. ഇത് പാരലൽ സ്പിൻ ആണല്ലോ, ഇങ്ങനെ എഴുതുമ്പോഴല്ലേ നമ്മൾ പാരലൽ സ്പിൻ എന്ന് പറയാം. ആൻഡ് ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വിത്ത് ആൻറ്റി പാരലൽ സ്പിൻ. സ്പിൻ പാരലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻറ്റി പാരലുള്ള പാർട്ടിക്കിൾസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 7 പോയിന്റ്സ് ആണ് ശരിക്കും ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി നമുക്ക് അറിയാവുന്നത്. അപ്പോൾ ആദ്യത്തെ 2 നമുക്ക് ഫെമിലിയർ ആണ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, ന്യൂക്ലിയസിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ദ സെയിം. അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് ഡിപ്പെൻഡൻറ്റോ ചാർജ് ഡിപ്പെൻഡൻറ്റോ അല്ല. അതൊരു സിമ്പിൾ മാത്തമാറ്റിക്കൽ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ന്യൂട്രോൺ ആർ ഓൾമോസ്റ്റ് ദ സെയിം. പിന്നെ അതൊരു നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞാണ് സാച്ചുറേഷൻ എഫക്റ്റ്. അതിൽ ചിലർക്കെങ്കിലും സംശയം ഉണ്ടോ എന്താണ് സാച്ചുറേഷൻ എഫക്റ്റ്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡയഗ്രാം വരച്ചത്. അതായത് ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയോൺ എടുത്തു കഴിഞ്ഞാൽ, വെദർ ഇറ്റ് ഈസ് എ പ്രോട്ടോൺ ഓർ ന്യൂട്രോൺ, അതിന് തൊട്ടടുത്തിരിക്കുന്ന അതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ ബൈ ദ മീൻസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഇനി ആ സാച്ചുറേഷൻ എഫക്റ്റ് പറഞ്ഞു. ഇനി അടുത്ത ഇവരെങ്ങനെയാണ് ന്യൂക്ലിയസിനകത്ത് പാർട്ടിക്കിൾ എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരസ്പരം ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ സം പാർട്ടിക്കിൾസ് വിച്ച് ഇസ് കോൾഡ് ആസ് മീസോൺസ്. സോ മീസോണിക് എക്സ്ചേഞ്ച് വഴിയാണ് ന്യൂട്രോൺസ് ആണെങ്കിലും പ്രോട്ടോൺസ് ആണെങ്കിലും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് ഓർമ്മിച്ച് വെക്കണം. പിന്നെ 2 ടൈപ്പ് പാർട്ടിക്കിൾസ് കാണാം. പാരലൽ സ്പിൻഡ് പാർട്ടിക്കിൾ ഉണ്ടാവും, ആൻറ്റി പാരലൽ സ്പിൻഡ് പാർട്ടിക്കിൾ ഉണ്ടാവും. സോ പാരലൽ സ്പിന്നിൻ്റെ ഫോഴ്സ് എപ്പോഴും ആൻറ്റി പാരലൽ സ്പിന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ട് കാണുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഇത് ഈ പ്രോപ്പർട്ടീസ് എടുത്ത് പറയാൻ കാരണം തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ 2-3 സെൻറ്റൻസ് 4 സെൻറ്റൻസ് തന്നിട്ട് അതിന് ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ കറക്റ്റാണ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദം ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയിന്റുകളൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു.
ഇനി ഇതിനോട് റിലേറ്റ് ആയിട്ട് നമുക്ക് കാണേണ്ട കാര്യങ്ങൾ, ഇനിയൊക്കെ കുറേയൊക്കെ ഈ ചാപ്റ്ററിലെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകൾ വെച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആറ്റമിക് സ്ട്രക്ചർ ആണെങ്കിലും ശരിക്ക് റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കണം, നമ്മളിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഫാക്റ്റാണ്, ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ആരുടെയൊക്കെ മാസമാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്? ന്യൂട്രോണിൻ്റെ മാസും പ്രോട്ടോണിൻ്റെ മാസുമാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ആറ്റം ഞാൻ കൺസിഡർ ചെയ്തു, എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം, അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ A ആണ്. അപ്പോൾ അതിനകത്ത് A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് M ആയിട്ട് വിചാരിക്കാം. മാസ് ഓഫ് ദിസ് ആറ്റം ഇസ് M. അപ്പോൾ ഈ മാസ് ഓഫ് ദ ആറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ രണ്ടുപേരുടെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ആറ്റം. ഇതാണ് എൻ്റെ ഒരു അസംഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? ഒരു പ്രോട്ടോണിൻ്റെ മാസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അറ്റോമിക് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് എത്രയായിട്ട് എടുക്കാം? MP ആയിട്ട് എടുക്കാം. എത്ര പ്രോട്ടോൺ ഉണ്ട്? അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ Z ഇൻറ്റു MP എന്നുള്ളതാണ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രോട്ടോൺസ്. പ്ലസ് നമ്മൾ ആരുടെ മാസ് എടുക്കണം? ന്യൂട്രോണിൻ്റെ മാസ് എടുക്കണം. എത്ര ന്യൂട്രോൺ ഉണ്ട്? A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ ഉള്ളത്, ഇൻറ്റു മാസ് ഓഫ് 1 ന്യൂട്രോൺ. ഇതാണ് ടോട്ടൽ മാസ് വരുന്നത്. അതായത് ദിസ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമ്മളൊരു കാര്യം നോട്ട് ചെയ്തത്, ഈ മാസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. അതായത് ദിസ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ ആറ്റം. എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ആറ്റം. ഇവരുടെ ടോട്ടൽ മാസ് ആറ്റത്തിൻ്റെ മാസിനേക്കാൾ അല്ലെങ്കിൽ അറ്റോമിക് മാസിനേക്കാൾ ഒരല്പം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ന്യൂട്രോൺസും പ്രോട്ടോൺസും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ച് മാസ് എവിടെയോ പോകണ്ടെന്നല്ലേ? ദർ ഈസ് എ സ്മോൾ ഡിഫക്റ്റ് ഇൻ ദ മാസ്, അല്ലെങ്കിൽ നമുക്കതിന് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് ദ മാസ് ഡിഫക്റ്റ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ ന്യൂക്ലിയസ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മാസം എവിടെയോ പോകുന്നുണ്ട്, എവിടെ പോകുന്നു എന്നറിയില്ല. ആൻഡ് വി ഹാവ് ടു കം ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ മാസ് എന്തിനേക്കാൾ കൂടുതലാണ്? ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കൂടുതലാണ്. ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ മാസ് ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം കുറച്ച് മാസം എവിടെയോ എന്തായിട്ട് പോകുന്നുണ്ട്? ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അത് ആ ലോസ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് മാസ് ഇറ്റ് സെൽഫ് ആണോ അല്ലെങ്കിൽ അത് എനർജി ആയിട്ടാണോ ലോസ് ആവുന്നത് എന്നുള്ളത് അത് നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് മാസ് എവിടെയോ പോകുന്നുണ്ട്. അപ്പോൾ പോയ മാസിന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതെന്തായാലും കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. സോ ദ മാസ് ലോസ്റ്റ് അല്ലെങ്കിൽ ഓർ ദ മാസ് ഡിഫക്റ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എത്ര വരും മക്കളെ? Z ഇൻറ്റു MP പ്ലസ് A-Z ഇൻറ്റു MN മാസ് ഓഫ് ന്യൂട്രോൺ. ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയസ്. അതിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്ത് കളയണം? ആറ്റത്തിൻ്റെ മാസിനെ മൈനസ് ചെയ്ത് കളയണം. സോ ദിസ് ഡെൽറ്റ M ഈസ് കോൾഡ് ആസ് ദ മാസ് ഡിഫക്റ്റ് ഓഫ് ദ ആറ്റം. മാസ് ഡിഫക്റ്റ്. ഈ മാസ് എവിടെ പോകുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡെൽറ്റ M ആണെങ്കിലും MP ആണെങ്കിലും MN ആണെങ്കിലും ക്യാപിറ്റൽ M ആണെങ്കിലും ഓൾ ആർ റെപ്രസെൻറ്റഡ് ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്. അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാത്തിനെയും നമ്മൾ എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? അറ്റോമിക് മാസ് യൂണിറ്റിലാണെന്നുള്ളത് ആദ്യമേ പറഞ്ഞേക്കാണ്. അപ്പോൾ കുറച്ച് മാസം എവിടെയോ പോകുന്നുണ്ട്. ആ മാസം എവിടെ പോകുന്നു? അതായത് നമുക്കറിയാം ന്യൂക്ലിയോൺസ് ചേർന്നിട്ടാണ്, പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ആറ്റം ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എ പ്രോസസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ദാറ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് require a particular amount of energy, and that energy is derived out of the mass defect that we have calculated here. ഈ മാസ് ഡിഫക്റ്റ്, അതായത് അവിടെ ലോസ് ആയി പോകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ച ഈ ഡെൽറ്റ M ആണ് ആരായിട്ട് മാറുന്നത്? എനർജി ആയിട്ട് മാറുന്നത്. ആൻഡ് ദാറ്റ് എനർജി ഈസ് കോൾഡ് ആസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയസ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എനർജി by the virtue of which
ദ ന്യൂക്ലിയോൺസ് ആർ ഹോൾഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ആ ഒരു എനർജി ഉള്ളതുകൊണ്ടാണ് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ന്യൂക്ലിയോൺസ് ഫോം ചെയ്യാൻ, ആ ന്യൂക്ലിയോൺസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയി മാറാൻ എത്ര എനർജി ആവശ്യമുണ്ടോ ആ എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി എന്തിൽ നിന്ന് എടുക്കുന്നതാണ്? അവരുടെ മാസിൽ നിന്ന് തന്നെ. അതായത് ന്യൂട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, പ്രോട്ടോൺസിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഈ ഡെൽറ്റ എം എന്ന് പറയുന്ന മാസ് ഡിഫക്റ്റ് ആണ് ആരായിട്ട് മാറുന്നത്? എനർജി ആയിട്ട് മാറുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ റിലേഷൻ ഓഫ് ഐൻസ്റ്റീൻസ് mc². അപ്പോൾ നമുക്കത് mc² ജൂളായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട. ഇതെന്തായാലും AMUലാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ നമുക്ക് ബൈൻഡിങ് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു, ഇത് എത്ര AMUലാണല്ലോ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ഇൻറ്റു 931. കുറച്ചൊന്ന് നീക്കി എഴുതുന്നുണ്ട് ഞാനത്. ദാറ്റ് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി എന്താണെന്ന് പറഞ്ഞു? ന്യൂക്ലിയസ് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന എനർജി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ആ ന്യൂക്ലിയോൺസിൻ്റെ മാസിൽ നിന്ന് തന്നെ കുറച്ച് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ബൈൻഡിങ് എനർജി ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എം മാസ് ഡിഫക്റ്റ് ഇൻറ്റു 931 MeV. ഇനി ഇത് നിങ്ങൾക്ക് ജൂളിൽ കണ്ടുപിടിക്കുന്നതിന് പിന്നെ പ്രയാസമൊന്നുമില്ല. ഇവിടെ ഡെൽറ്റ എം കിട്ടും, അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക, c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് AMUവിൽ തന്നു കഴിഞ്ഞാൽ മാസ് ഡിഫക്റ്റ് ഈസ് ഡെൽറ്റ എം AMU, സോ ദ ടോട്ടൽ ബൈൻഡിങ് എനർജി ഈസ് ഡെൽറ്റ എം ഇൻറ്റു 931 MeV. ഇവിടെ ഈ ഡെൽറ്റ എം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷനാണ്. അതായത് Z നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഡെൽറ്റ എം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് മെമ്പർ ഇൻ ദ ടോട്ടൽ മാസ് ഡിഫക്റ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? A നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ഡെൽറ്റ എം ബൈ A റെപ്രസെൻറ്റ്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ന്യൂക്ലിയോൺസ് ഇൻ ദ ടോട്ടൽ മാസ് ഡിഫക്റ്റ്, ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് പാക്കിംഗ് ഫ്രാക്ഷൻ. ഓർമ്മിച്ച് വെച്ചോളൂ ഈ പേരുകളൊക്കെ. അതേപോലെ തന്നെ ഈ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ അല്ലേ? ഈ A നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. സോ ഒരാളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് അതിന് എന്ത് പറയാം? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയാം. ആൻഡ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഈക്വൽ ടു എന്തെഴുതിയാൽ മതി? ഡെൽറ്റ എം ഇൻറ്റു 931 ഡിവൈഡഡ് ബൈ A, ദാറ്റ് മച്ച് മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈക്വൽ ടു പാക്കിംഗ് ഫ്രാക്ഷൻ ഇൻറ്റു എത്ര എഴുതി? പാക്കിംഗ് ഫ്രാക്ഷൻ ഇൻറ്റു 931 അങ്ങനെ പറഞ്ഞാലും മതി. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ കാണേണ്ടതാണ് ഈ ചാപ്റ്ററിൽ. ടോട്ടൽ ബൈൻഡിങ് എനർജിയിൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ, ഒരാളെന്ന് ഉദ്ദേശിക്കുന്നത് A നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. സോ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷനാണ് ഈ ബൈൻഡിങ് എനർജി. സോ ഒരാളുടെ കോൺട്രിബ്യൂഷനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ബൈൻഡിങ് എനർജി എന്തിനാണ് നമ്മൾ, എന്താണ് ബൈൻഡിങ് എനർജി എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ന്യൂക്ലിയോൺസ് കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ച് മാസ് ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അത് ലോസ് അല്ല, പകരം അത്രയും മാസ് ആരായിട്ട് മാറുകയാണ്? എനർജി ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ആ എനർജി ആയിട്ട് മാറുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് പറയുക. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ്, or it is the energy which holds the nuclear particle together inside the nucleus. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെച്ചോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇനി അതിൽ പറയേണ്ടത് ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ച് എങ്ങനെ പറയാം എന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ബൈ, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം യൂസിങ് ദ ബൈൻഡിങ് എനർജി കർവാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ബൈൻഡിങ് എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്കിനി ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പൊതുവേ 2 മെത്തേഡ് വഴിയാണ് പറയുന്നത്. ഒന്ന് ബൈൻഡിങ് എനർജി കർവും, പിന്നെ രണ്ടാമത്തെ N/P റേഷ്യോ. N/P എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബൈ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ ആദ്യം നമുക്ക് ബൈൻഡിങ് എനർജി കർവ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ന്യൂക്ലിയസ് അതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി
ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ബൈൻഡിങ് എനർജി കർവ് കാണാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബോത്ത് ബോർഡ് എക്സാമിനേഷൻ ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. സോ ദ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു സീ ഈസ് ദ ബൈൻഡിങ് എനർജി കർവ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ അതിൻ്റെ മാസ് നമ്പർ, അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, വൈ ആക്സിസിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾ ദ വാല്യൂസ് ഓഫ് എനർജി ആർ ഗിവൺ ഇൻ മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. അതറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 ആണ്. അപ്പോൾ നമുക്കവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഹൈഡ്രജൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഹൈഡ്രജൻ എന്ന് ഉദ്ദേശിക്കുന്നത് H11, ഇതിൻ്റെ ബൈൻഡിങ് എനർജി 0 ആണ്. കാരണം ബൈൻഡിങ് എനർജി വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആൾക്കാർ വേണം. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ നമ്പറേ ഒറ്റ ആളേ ഉള്ളൂ, ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഒരു പ്രോട്ടോൺ മാത്രം ഉണ്ടെങ്കിൽ അവിടെ ബൈൻഡിങ് എനർജി ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് 2 പാർട്ടിക്കിൾ വരുമ്പോഴാണ് ആര് വരുന്നത്, ബൈൻഡിങ് എനർജി വരുന്നത്. സോ പ്രോട്ടിയം, അതായത് നോർമൽ ഹൈഡ്രജൻ്റെ ബൈൻഡിങ് എനർജി 0 ആണ്. ഈ ഗ്രാഫിനെ നിങ്ങൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് ചെന്നെത്തുന്നത് എവിടെയായിരിക്കും, മാസ് നമ്പർ 2-ലായിരിക്കും. കാരണം മാസ് നമ്പർ 1-ന് എന്തില്ല, ബൈൻഡിങ് എനർജി ഇല്ല. ഇതിങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചു മക്കളെ. ഈ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെന്ന് നിൽക്കേണ്ടത് 2-ലാണ്. ഓക്കെ, അതായത് ഡ്യൂട്ടീരിയത്തിനാണ്. ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടീരിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ബൈൻഡിങ് എനർജി ഉണ്ടാവും H12 എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് ബൈൻഡിങ് എനർജി H12. അപ്പോൾ ഈ ഒരു ബൈൻഡിങ് എനർജി കർവ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പുറത്ത് മാസ് നമ്പർ ലെസ് ദാൻ 50 എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റർ ആറ്റംസ് ആണ്. അങ്ങോട്ടേക്ക് പോകുന്തോറും മാസ് നമ്പർ കൂടുന്തോറും നമ്മൾ ഹെവിയർ ആറ്റത്തിലേക്ക് പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ വാരിയേഷൻ ഒന്ന് നോക്കിയാൽ മക്കളെ നിങ്ങൾ. ചെറിയ ആറ്റംസ് ആണെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വളരെ കുറവാണ്. മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഈ ലിത്തിയം, അതുപോലെ തന്നെ നൈട്രജൻ, ഓക്സിജനിലൊക്കെ ചെറിയ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ടാവും. എന്നാലും ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാസ് നമ്പറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തുന്നത് ഇവിടെയാണ്. അതായത് മാക്സിമം മാർക്കാണ് വരുന്നത്. മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഷോൺ ബൈ അയൺ. അതിൻ്റെ മാസ് നമ്പർ, അയണിൻ്റെ മാസ് നമ്പർ ഓർമ്മ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും എന്തായാലും. എത്രയായിരുന്നു വാല്യൂ, 56 ആണ് അയണിൻ്റെ മാസ് നമ്പർ. അയൺ കാണിക്കുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 8.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ അയണിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം. ബൈൻഡിങ് എനർജി മാക്സിമം എന്നല്ല, ബൈൻഡിങ് എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്നതോറും ബൈൻഡിങ് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത് അയണിനാണ്. അയൺ കഴിഞ്ഞിട്ടുണ്ട്, അയണിൻ്റെ വാല്യൂ വരുന്നത് 8.5 ആണ് അയണിൻ്റെ വാല്യൂ വരുന്നത്. ഇത് കഴിഞ്ഞിപ്പോൾ യുറേനിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു യുറേനിയത്തിൻ്റെ ബൈൻഡിങ് എനർജി വരുന്നത് അറൗണ്ട് ഒരു 7.6 ഒക്കെ വരും. അപ്പോൾ അയൺ വരെ, ഹൈഡ്രജൻ തൊട്ട് അയൺ വരെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് എവിടെ വരെ എത്തുന്നുണ്ട്, 8.5 വരെ എത്തുന്നുണ്ട്. ആൻഡ് ഫർദർ യു ആർ ഇൻക്രീസിങ് ദ മാസ് നമ്പർ മീൻസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഡിക്രീസസ്. നമ്മളിപ്പോൾ യുറേനിയം വരെ വരച്ചിട്ടുള്ളൂ. ഇനി യുറേനിയം കഴിഞ്ഞിട്ട് നിങ്ങൾ ബൈൻഡിങ് എനർജി കർവിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ലൈറ്റർ ന്യൂക്ലിയസ് ആണെങ്കിലും ഹെവിയർ ന്യൂക്ലിയസ് ആണെങ്കിലും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. സോ ഒന്നാമത്തെ കാര്യം ദാറ്റ് വാട്ട് വി ഹാവ് ടു നോട്ടീസ്, ഫോർ ഹെവിയർ ന്യൂക്ലിയസ് ആൻഡ് വെരി ലൈറ്റർ ന്യൂക്ലിയൈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് വെരി ലെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഹെവിയർ ന്യൂക്ലിയസും അൺസ്റ്റേബിൾ ആണ്, ലൈറ്റർ ന്യൂക്ലിയസും അൺസ്റ്റേബിൾ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരേണ്ടി വരും. ഹെവിയർ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. യുറേനിയം കഴിഞ്ഞ് പോയിരുന്ന ആൾക്കാർ, യുറേനിയം കഴിഞ്ഞല്ല, എറൗണ്ട് ഒരു 170 വരെ ഇത് കൃത്യമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് ഉള്ളൂ. അതായത് 170 കഴിഞ്ഞാൽ പിന്നെ, ഇപ്പോൾ 150 ആണ്, എറൗണ്ട് ഇവിടെ ഒരു 170 കഴിഞ്ഞാൽ പിന്നെ ആറ്റത്തിന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരും. അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 170. 170യേക്കാൾ കുറവും 30നേക്കാൾ കൂടുതലുമുള്ള ആറ്റംസ് ആണ് പൊതുവെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ഈ ഗ്രാഫ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദിസ് ഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേബിൾ അല്ലേന്ന്. ഞാൻ ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ഗ്രാഫിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 30നും 170നും ഇടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും സ്റ്റേബിൾ. കാരണം 30നും 170നും ഇടയിൽ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ കിടക്കുന്നത് 30 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, 170 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും.
ഈ ഒരു റേഞ്ചിൽ കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും സ്റ്റേബിൾ എന്നാണ് ഈ ഗ്രാഫ് പറയുന്നത്. ബിറ്റ്വീൻ 30 and 170 the nuclei will be the mass number between 30 and 170 the nuclei will be the most stable എന്ന് നമുക്ക് ഈ ഗ്രാഫ് വെച്ച് പറയാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്, ലൈറ്റർ ന്യൂക്ലിയസും മാസ് നമ്പർ ലെസ് ദാൻ 30 ആണെങ്കിലും മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 170 ആണെങ്കിലും ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ അല്ല എന്ന് ഈ ഗ്രാഫ് പറയുന്നു. അതിൽ ഇതിൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം, തോറിയം അതുപോലെയുള്ള എലമെൻറ്റ്സ് ആയി കഴിഞ്ഞാൽ അത് റേഡിയോ ആക്റ്റീവ് ആണ്. സോ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. കാരണം സൈസ് കൂടുന്തോറും ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. സോ സ്റ്റെബിലിറ്റി കുറയുമ്പോൾ അതിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും, ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്ത് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറാനോ അല്ലെങ്കിൽ ചെറിയ രണ്ട് ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റ് ആവാനോ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ്സ് ഫൈൻ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഗ്രാഫ് പറയുന്നതിനനുസരിച്ച് ഈ ലൈറ്റർ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ലൈറ്റർ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ അല്ല. ലൈറ്റർ ന്യൂക്ലിയസ് ഏറ്റവും സ്റ്റേബിളാണ്. നമുക്കറിയാലോ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ ഒക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ സ്റ്റെബിലിറ്റി, ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഈ ഗ്രാഫിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ളത് N/P ഗ്രാഫാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബൈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഗ്രാഫാണ്. ഇത് വെച്ച് ആ സ്റ്റെബിലിറ്റി പറയുമ്പോൾ അതിൽ ഇതുപോലെയുള്ള ചില ഡെഫിഷ്യൻസീസ് ഉണ്ട്. കാരണം ഈ ഗ്രാഫ് വെച്ചാൽ അൺസ്റ്റേബിൾ ആണ്. പക്ഷേ അൺസ്റ്റേബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ശരിക്കും ഈ ബൈൻഡിങ് എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ബൈൻഡിങ് എനർജി ഇനീഷ്യലി ഇറ്റ് ഇൻക്രീസസ് വിത്ത് മാസ് നമ്പർ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് അപ് ടു എ മാസ് നമ്പർ ഓഫ് 56 ദാറ്റ് കറസ്പോണ്ട്സ് ടു അയൺ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ മക്കള്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. വളരെ ചെറിയൊരു വേരിയേഷനെ വരുന്നുള്ളൂ. ബിറ്റ്വീൻ 30 and 170 ദ വേരിയേഷൻ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് negligibly small. It almost in the region 8 MeV-ക്കും ഒരു 8.5 MeV-ക്കും ഇടയിലാണ് ബിറ്റ്വീൻ 30 and 170 അതിൻ്റെ വാല്യൂ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ 30 എടുത്തു കഴിഞ്ഞാൽ, മാസ് നമ്പർ 30 എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 8 വരും. ഇവിടെ ആണെങ്കിൽ ഒരു 8 വരും. സോ 8നും 8.5നും ഇടയിലാണ് ഈ 30-170 മാസ് നമ്പറിൽ കിടക്കുന്ന ആൾക്കാരുടെ ബൈൻഡിങ് എനർജി. സോ അത് നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? If you go beyond mass number 170 or go before mass number 30, the atoms are unstable. So അങ്ങനെ atoms unstable ആണെങ്കിൽ what happens there എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 170നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കറിയാം they will be split into lighter nuclei and this results in, അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മാസ് നമ്പർ 170നേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഇൻസ്റ്റെബിലിറ്റി വരുന്നത് കൊണ്ട് those nucleus will split into small fragments and that shows the possibility of nuclear fission. അറിയാലോ, വലിയൊരു ന്യൂക്ലിയസിനെ രണ്ട് ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുക. അത് നമ്മൾ ചെയ്യണതല്ല, ദാറ്റ് സ്പോണ്ടേനിയസ്ലി ഹാപ്പൻസ് ബൈ ദ ന്യൂക്ലിയസ് ഡ്യൂ ടു ഇറ്റ്സ് ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ 170 മുകളിൽ മാസ് നമ്പർ ഉള്ള ആൾക്കാർക്കാണ് എന്തിനുള്ള പോസിബിലിറ്റി കൂടുതൽ? ന്യൂക്ലിയർ ഫിഷൻ ഉള്ള പോസിബിലിറ്റി കൂടുതൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു ആറ്റസിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് എപ്പോഴും എന്തിനാണ് ശ്രമിക്കുക? ടു ഗെറ്റ് മാക്സിമം സ്റ്റെബിലിറ്റി. ഹൗ ടു ഗെറ്റ് മാക്സിമം സ്റ്റെബിലിറ്റി? ഇത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഈ റേഞ്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതിന് കമ്പൈൻ ചെയ്യാൻ വേണ്ട, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ട. ദേ ആർ സ്റ്റേബിൾ. ദർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ലൈസ് ബിറ്റ്വീൻ 8 and 8.5. സോ ദേ ആർ ഓൾമോസ്റ്റ് സ്റ്റേബിൾ. സോ അവർക്ക് സ്റ്റെബിലിറ്റിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. സ്റ്റെബിലിറ്റിയെ പറ്റി ചിന്തിക്കേണ്ടി വരുന്ന ആർക്കാണ്? മാസ് നമ്പർ 170നേക്കാൾ കൂടുമ്പോൾ, അതായത് ഹെവിയർ ന്യൂക്ലിയസ് ആണെങ്കിൽ. സോ വല്ലാതെ ഹെവി ആയിട്ട് മാറും. സോ അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയും. സോ അത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്? ടു സ്പ്ലിറ്റ് ദ ന്യൂക്ലിയസ് ഇൻ ടു 2. രണ്ട് ചെറിയ ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റ് ആവും. രണ്ട് ചെറിയ ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഇപ്പോൾ ഈ ഇവിടെ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, 197 AN എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റായി. അത് സ്പ്ലിറ്റ് ആകുമ്പോൾ രണ്ട് ചെറിയ ന്യൂക്ലിയസുകൾ ഉണ്ടാവുമല്ലോ. ആ രണ്ട് ചെറിയ ന്യൂക്ലിയസുകളുടെയും മാസ് നമ്പർ കിടക്കുന്നത് 197 ആണെങ്കിൽ 197 സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഞാനൊന്ന് ഇമാജിൻ ചെയ്യുന്നു, ഇപ്പം ഇതിന് എന്തായാലും ഇതൊരു 196 ഹൈഡ്രജനുമായിട്ട് എന്തായാലും സ്പ്ലിറ്റ് ചെയ്യില്ല. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 100+97 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100+97 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ആ രണ്ടുപേരുടെ മാസ് നമ്പർ ഏത് റേഞ്ചിലാണ് കിടക്കുക? ഈ റേഞ്ചിലല്ലേ കിടക്കുക. 100 ആണെങ്കിലും ഈ ഒരു 30 to 170 വരുന്നത്.
97 ആണെങ്കിലും 30 to 170 വരുന്നത്. സോ ഏത് ഹെവിയർ ന്യൂക്ലിയസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യുറേനിയം സ്പ്ലിറ്റ് ചെയ്യുകയാണ്. യുറേനിയം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബേരിയവും ക്രിപ്റ്റോണും ആണ്. യുറേനിയം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യുറേനിയം 92 to 38. ഇത് സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ആൾക്കാരുടെ മാസ് നമ്പറുകൾ വരുന്നത് 146ഉം 92 ആണ്. 146 ആണെങ്കിലും 92 ആണെങ്കിലും ബിറ്റ്വീൻ 30 and 170 അല്ലേ. ബിറ്റ്വീൻ 30 and 170 അവരുടെ ബൈൻഡിങ് എനർജി കൂടുതലാണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണ്. സോ ദേ വിൽ ബി സ്റ്റേബിൾ. സോ ന്യൂക്ലിയർ ഫിഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഏത് രണ്ട് ന്യൂക്ലിയസ് എടുത്താലും ആ രണ്ട് ന്യൂക്ലിയസുകൾക്കും അതിൻ്റെ പാരന്റ് ന്യൂക്ലിയസിനേക്കാൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലായിരിക്കും. വിച്ച് മീൻസ് ദ ഫിഷൻ റിസൾട്ട്സ് ഇൻ ടു സ്റ്റേബിളർ ന്യൂക്ലിയസ് കമ്പയർഡ് ടു ദ പാരന്റ് ന്യൂക്ലിയൈ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹെവിയർ ന്യൂക്ലിയസ് ആണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, അത് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ന്യൂക്ലിയസുകൾ രണ്ടിനും, അതായത് നമുക്ക് കിട്ടുന്ന രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈനും പാരന്റ് ന്യൂക്ലിയസിനേക്കാൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണ്. സോ ഇറ്റ് ഗെറ്റ്സ് മോർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഹെവിയർ ന്യൂക്ലിയസുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കാണേണ്ടത് ലൈറ്റർ ന്യൂക്ലിയസ് ആണ്. ലൈറ്റർ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് ലൈറ്റർ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഒരിക്കലും ഈ ഗ്രാഫ് വെച്ച് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ദേ ആർ ഓൾമോസ്റ്റ് സ്റ്റേബിൾ. ഹൈഡ്രജന് ഇത് വെച്ച് ഹൈഡ്രജനോ ലിത്തിയം നൈട്രജനോ ഒക്കെ സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് ഈ ഗ്രാഫ് വെച്ച് പറഞ്ഞ് തിയററ്റിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. പ്രാക്ടിക്കലി അത് തെറ്റല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ഈ ഗ്രാഫിന് ലൈറ്റർ ന്യൂക്ലിയസിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, രണ്ട് ചെറിയ ന്യൂക്ലിയസുകൾ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് എടുത്തു എന്ന് വിചാരിക്കുക. രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തു. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഇപ്പം നമ്മൾ രണ്ട് ഹൈഡ്രജൻ H12 രണ്ട് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസുകൾ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഹീലിയം 24 അല്ലേ മക്കളെ കിട്ടുക. ഇവിടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം, ഹൈഡ്രജൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജിയേക്കാൾ കൂടുതലാണ്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിത്തിയം, ഫോർ എക്സാമ്പിൾ ഒരു ലിത്തിയം 37. ഈ ലിത്തിയം 37ൻ്റെ കൂടെ ഞാൻ ആരെ ആഡ് ചെയ്യാണ്? ഒരു ഹീലിയം ന്യൂക്ലിയസിനെ ആഡ് ചെയ്യാണ്, He24. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബോറോൺ 5 10 പ്ലസ് പിന്നെ ബാക്കി ആരാ നിൽക്കുന്നത്? ഒരു ന്യൂട്രോൺ ബാക്കി നിൽക്കണില്ലേ ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ലിത്തിയം ആണെങ്കിലും 3 2 5 നമുക്ക് കറക്റ്റാണോ നോക്കാട്ടോ. റിയാക്ഷൻ 7 4 11 11 11. അപ്പോൾ ഇവിടെ ലിത്തിയം ആണെങ്കിലും ഹീലിയം ആണെങ്കിലും ആ രണ്ട് പേരേക്കാൾ, ഇപ്പോൾ ലിത്തിയം ഇവിടെ നിൽക്കും, ഹീലിയം അതിൻ്റെ താഴെ നിൽക്കും. ലിത്തിയവും ഹീലിയവും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആരാണ്? ബോറോൺ ആണ് കിട്ടുന്നത്. ഈ ബോറോണിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ലിത്തിയത്തിനേക്കാളും കൂടുതലാണ്, അതേപോലെ തന്നെ ഹീലിയത്തിനേക്കാളും കൂടുതലാണ്. സോ ലൈറ്റർ ന്യൂക്ലിയസിന് എപ്പോഴും, ഇപ്പോൾ ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഈ ഗ്രാഫ് വെച്ച് പറയേണ്ടത്. സോ ഇഫ് യു ആർ കൺസിഡറിങ് ലൈറ്റർ ന്യൂക്ലിയൈ, ദെയർ ബൈൻഡിങ് എനർജി വിൽ ബി small. So in order to get binding energy per nucleon will be small. So in order to get a larger value for binding energy per nucleon, എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് there is a possibility that the two lighter nuclei must combine. രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തു. രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്താൽ ഏത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ നിങ്ങൾ കമ്പൈൻ ചെയ്ത് നോക്കിക്കോളൂ, കിട്ടുന്ന റിസൾട്ടന്റ് ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി പ്രോഡക്റ്റിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനേക്കാൾ കൂടുതലായിരിക്കും. അത് ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിലും ഇപ്പം നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെങ്കിലും ആഫ്റ്റർ എനി കൈൻഡ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ, രണ്ട് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷനേ ഉള്ളൂ, ഒന്ന് ഫിഷൻ ഒന്ന് ഫ്യൂഷൻ. ഫിഷൻ ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ റിയാക്ടന്റിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനേക്കാൾ കൂടുതലായിരിക്കും. ഫിഷന്റെ കാര്യത്തിൽ ഇനി സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഫ്യൂഷന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? ലൈറ്റർ ന്യൂക്ലിയസുകളാണെങ്കിൽ അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ്, ഫിഷൻ നടക്കുന്ന പോലെ ഫ്യൂഷൻ നടക്കില്ല. ഇപ്പോൾ നമുക്ക് യുറേനിയം ന്യൂക്ലിയസ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. അത് മറ്റേ റേഡിയോ ആക്റ്റീവ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് മാറും.
അതായത് സപ്പോസ് ഇഫ് യു ആർ യൂസിങ് സം എക്സ്റ്റേണൽ മീൻസ്, അതായത് ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ യുറേനിയത്തിനെ 2 പാർട്ടാക്കി മാറ്റുന്നത്. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ നടക്കും. പക്ഷേ ഫിഷൻ എന്ന് പറയുന്നത് നടക്കുന്ന പോലെ ഫ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റില്ല. റൂം ടെമ്പറേച്ചറിൽ ഒരിക്കലും ഫ്യൂഷൻ നടക്കില്ല. ഫ്യൂഷൻ മീൻസ് ദ കോമ്പിനേഷൻ ഓഫ് 2 ലൈറ്റർ ന്യൂക്ലിയൈ ഇൻ ടു എ ഹെവിയർ ന്യൂക്ലിയൈ. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫിഷൻ എന്ന് പറയുന്നത് ആരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഹെവിയർ ന്യൂക്ലിയസിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. സോ ഹെവിയർ ന്യൂക്ലിയസിന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാം നമുക്ക്. യുറേനിയത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ ലൈറ്റർ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. സോ ഹയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടാൻ, അതായത് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്താണ്, അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ 2 ലൈറ്റർ ന്യൂക്ലിയോൺ ഷുഡ് കമ്പൈൻ ടു ഫോം എ ലാർജർ ന്യൂക്ലിയസ് ആൻഡ് ഫോർ ദാറ്റ് ലാർജർ ന്യൂക്ലിയസ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വിൽ ബി ഹയർ കമ്പയർഡ് ടു ദ പ്രോഡക്റ്റ്. അത് ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഹൈഡ്രജൻ 2 ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ നമുക്കൊരു ഹീലിയം കിട്ടും. ആ ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ 2 പേരെക്കാൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് എഴുതിയ എക്സാമ്പിൾ, ലിത്തിയത്തിൻ്റെയും ഹീലിയത്തിൻ്റെക്കാൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആർക്ക് കൂടുതലാണ്, ബോറോണിന് കൂടുതലാണ്. സോ ഇത് ലൈറ്റർ ന്യൂക്ലിയസിനെ ഇഫ് ദ മാസ് നമ്പർ ഈസ് ലെസ് ദാൻ 30 ദ പോസിബിലിറ്റി ഈസ് ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ. സോ മാസ് നമ്പർ 30യേക്കാൾ കുറവാണെങ്കിൽ 2 പേരെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്യൂഷൻ ഉള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. 170നേക്കാൾ കൂടുതലാണെങ്കിൽ ഫിഷൻ ഉള്ള പോസിബിലിറ്റിയാണ്. ഫിഷൻ ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ റിയാക്ടൻറ്റിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് വിൽ ബി മച്ച് സ്റ്റേബിൾ കമ്പയർഡ് ടു ദ റിയാക്ടൻറ്റ്. ബട്ട് ബിറ്റ്വീൻ ദീസ് 2 റേഞ്ചസ് 30ക്കും 170ക്കും ഇടയിലാണെങ്കിൽ അവിടെ ഫിഷന് നടക്കില്ല, ഫ്യൂഷന് നടക്കില്ല. സോ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് മീഡിയം സൈസ്ഡ് ന്യൂക്ലിയസുകൾക്കല്ല, ലാർജ് സൈസ്ഡ് ന്യൂക്ലിയസുകൾക്കും സ്മോൾ സൈസ് ന്യൂക്ലിയസുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഫിഷനും ഫ്യൂഷനും ഉള്ളത്. ഈ ഇടയിൽ കിടക്കുന്ന ആൾക്കാർ പെർഫെക്റ്റ്ലി സ്റ്റേബിൾ ആണ്. ദേ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഹയർ ബൈൻഡിങ് എനർജി. കാരണം അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നിൽക്കുന്നത് ആ പീക്കിൻ്റെ അടുത്താണ്, മാക്സിമത്തിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ബിറ്റ്വീൻ 8 and 8.5 ആണ്. സോ ട്രാൻസിഷൻ മെറ്റൽസ് ഒന്നും ഈ പറഞ്ഞ ഫിഷനോ ഫ്യൂഷനോ നമുക്ക് തരില്ല. കാരണം ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്, ബൈൻഡിങ് മാസ് നമ്പർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഈ റേഞ്ച് ആണല്ലോ, 30 to 170 വരുന്നത്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഫിഷൻ നടക്കുന്നത്, എപ്പോഴാണ് ഫ്യൂഷൻ നടക്കുന്നത്? ഫ്യൂഷൻ ലൈറ്റർ ന്യൂക്ലിയസിനും ഫിഷൻ ഹെവിയർ ന്യൂക്ലിയസിനുമാണ്. അല്ലെങ്കിൽ മാസ് നമ്പറിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടായാലും ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ചുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത്. സോ ഇത് സ്റ്റേബിൾ ആണ് ആക്ച്വലി. പക്ഷേ അതിന് കൂടുതൽ, ഇപ്പോൾ ഹൈഡ്രജൻ സ്റ്റേബിൾ ആണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ സ്റ്റേബിൾ ആണ്. പക്ഷേ ഹൈഡ്രജന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരേ ഒരു പോസിബിലിറ്റി, അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻസ് ഇറ്റ് വിൽ കമ്പൈൻ ടു ഫോം ദ ഹീലിയം ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ചുറ്റും ഓക്സിജൻ ഇല്ലേ, ഇപ്പോൾ ഓക്സിജൻ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ കോമ്പിനേഷൻ നടക്കും. ഓക്സിജനും ലിത്തിയവും കൂടെ, ഓക്സിജൻ ന്യൂക്ലിയസും ലിത്തിയം ന്യൂക്ലിയസും കൂടെ കോമ്പിനേഷൻ നടക്കും. അപ്പോൾ ഓക്സിജനും ലിത്തിയവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് സോഡിയം ന്യൂക്ലിയസ് ആണ്. പക്ഷേ എന്താ ഇപ്പോൾ നമുക്ക് ചുറ്റും എന്താ നടക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും റൂം ടെമ്പറേച്ചറാണ്, നോർമൽ കണ്ടീഷനാണ്. എക്സ്ട്രീം കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജനെയും ലിത്തിയത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ടെമ്പറേച്ചർ, അതായത് ഫ്യൂഷൻ ഓൾവേസ് റിക്വയർ ഹൈ വാല്യൂസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഫ്യൂഷൻ അതിൻ്റെ ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ നടക്കും. സോ ലൈറ്റർ ന്യൂക്ലിയസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി കമ്പൈൻ ചെയ്യും, ഹെവിയർ ന്യൂക്ലിയസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി സ്പ്ലിറ്റ് ആയി പോകും. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് പലതവണ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രാഫ് തന്നിട്ട് അതിൽ ഒരു ഗ്രാഫ് തരും ബൈൻഡിങ് എനർജിയുടെ, എന്നിട്ട് അതിൽ കുറേ റിയാക്ഷൻസ് തരും, ഏതൊക്കെ പോസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതാണ്, പ്രൊഡക്റ്റിൻ്റെ ബൈൻഡിങ് എനർജി എപ്പോഴും റിയാക്ടൻറ്റിൻ്റെ ബൈൻഡിങ് എനർജിയേക്കാൾ കൂടുതലായിരിക്കും. ഈ ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഗ്രാഫും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന, അതായത് ഇപ്പോൾ ആ റിയാക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് മൂന്നാമതൊരെണ്ണം ഉണ്ടായി, അതായത് A+B ഗീവ്സ് C എന്ന് പറഞ്ഞാൽ സിയുടെ ബൈൻഡിങ് എനർജി ആയിരിക്കണം മറ്റ് 2 പേരെക്കാൾ കൂടുതൽ. ഇപ്പുറത്താണെങ്കിൽ C ഗീവ്സ് A and B, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, സിയുടെ ബൈൻഡിങ് എനർജിയേക്കാൾ കൂടുതലായിരിക്കണം എയുടെയും ബിയുടെയും രണ്ടും. കാരണം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അച്ചീവ് ചെയ്ത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി N/P റേഷ്യോ വെച്ചുകൊണ്ടും കൂടെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ വാരിയേഷൻസ് നമ്മൾ കണ്ട പോലെ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ
റെഫർ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ N/P റേഷ്യോ എന്ന് പറയുന്നത്. സോ അതൊരു ഇതുപോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ വേരിയേഷനാണ്. നമുക്കത് എന്താണെന്ന് കാണാം. ഓക്കെ, സോ ഇതാണ് N/P റേഷ്യോയുടെ ഐഡിയൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോൾഡ് ലൈനാണ്. ബാക്കി കാണുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐസോട്ടോപ്പുകളുടെയും വിത്ത് റെസ്പെക്ട് ടു ദ ആറ്റോമിക് നമ്പർ വേരിയേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്ട്രൈറ്റ് ലൈൻ ഇറ്റ് ഇൻ്റർസെക്ട് അറ്റ് 45 ഡിഗ്രി. അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ n ഈക്വൽ ടു പി ആണ്. സ്ട്രൈറ്റ് ലൈനെ സംബന്ധിച്ചിടത്തോളം ദർ n ഈക്വൽ ടു പി ആണ്. n ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രൈറ്റ് ലൈൻ അലോങ് ആയിട്ട് വരുന്ന ആൾക്കാരെല്ലാം നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈക്വൽ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അത് പക്ഷേ എവിടം വരെ മക്കളെ വരുന്നുള്ളൂ? ഈ 20 വരെ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഈ കാണുന്ന 20 എന്ന് പറയുന്ന ന്യൂക്ലിയസ് വരെ മാത്രമേ, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 20 വരെ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? N/P റേഷ്യോ യൂണിറ്റി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതുവരെ അറ്റോമിക് നമ്പർ 20 എന്ന് പറയുമ്പോൾ കാൽസ്യം അല്ലേ. അപ്പോൾ ഈ 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ N/P റേഷ്യോയ്ക്ക് n ഈക്വൽ ടു പി എന്ന് പറയുന്ന ആ വാല്യൂവിൽ നിന്ന് ചെറിയ ഇതുവരെ, അതായത് ഫ്രം 0 to 20 നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ വാല്യൂ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. 20 കഴിഞ്ഞാൽ അതിന് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു വേരിയേഷൻ വന്നു. സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ വരെ സ്ലോപ്പ് 1 ആണ്, സ്ലോപ്പ് 1 ആണ് 20 വരെ. 20 കഴിഞ്ഞ് നമ്മൾ പിന്നെയും അറ്റോമിക് നമ്പർ ഗ്രാജുവലി റൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ സീ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഇൻക്രീസിങ്. സോ ഇതാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്രാഫ്, അപ്പോൾ ഈ ഗ്രീനിൽ കാണുന്നത് എന്താണെന്നുള്ള ഡൗട്ട് വേണ്ട, കാരണം ഓരോ എലമെൻറ്റിനും ഇഷ്ടംപോലെ ഐസോട്ടോപ്പ് ഉണ്ടാവും. ഇപ്പം നമ്മൾ യുറേനിയം എടുത്തു കഴിഞ്ഞാൽ യുറേനിയത്തിന് 10-15 ഐസോട്ടോപ്പ് ഉണ്ട്. കാർബണിന് 3-4 ഐസോട്ടോപ്പ് വരുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അതുപോലെ തന്നെ ഓക്സിജന് 3 ഐസോട്ടോപ്പ് വരുന്നുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഐസോട്ടോപ്പ് ഓരോ ഐസോട്ടോപ്പിൻ്റെയും N/P റേഷ്യോയുടെ വേരിയേഷനാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാൽഷ്യം വരെ, അതായത് 20 വരെ ഇത് ഓക്കെയാണ്. n ഈക്വൽ ടു പി ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, കാൽഷ്യം വരെ എന്ന് പറയുമ്പോൾ അതെല്ലാം ലൈറ്റർ ന്യൂക്ലിയസ് ആണ്. സോ അതാണ് ഞാൻ കഴിഞ്ഞ ഗ്രാഫ് പറയുമ്പോൾ പറഞ്ഞത്. ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഒരിക്കലും എന്ത് വെച്ച് പറയേണ്ട കാര്യമില്ല, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വെച്ച് പറയേണ്ട കാര്യമില്ല. സോ ഒരു ആറ്റം സ്റ്റേബിൾ ആയിരിക്കുന്നത് അതിൻ്റെ സൈസ് കുറവായിരിക്കുകയും അതിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആവുകയും ചെയ്യുമ്പോഴാണ് ആറ്റം മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ഈ ഗ്രാഫ് പറയുന്നത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ലൈറ്റർ ന്യൂക്ലിയൈ. ഇനി നമ്മൾ പതുക്കെ അറ്റോമിക് നമ്പർ കൂട്ടി വരുന്നതോറും എന്ത് വരുന്നുണ്ട്? ആ N/P റേഷ്യോയിൽ നിന്ന് ചെറിയൊരു വാരിയേഷൻ വരുന്നുണ്ട്. സോ ഈ വാരിയേഷൻ കാണിക്കുന്നതെല്ലാം എന്താണ്? n ഗ്രേറ്റർ ദാൻ പി ആണ്. അതായത് N/Pയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് ഈ കാണിച്ചിരിക്കുന്ന ലൈനിൽ മൊത്തം. സോ n ഗ്രേറ്റർ ദാൻ പി ആണ് മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയലും കാണിക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അതൊന്നും സ്റ്റേബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഹെവിയർ ന്യൂക്ലിയസ് ആണെങ്കിൽ, അതായത് ഈ N/Pയുടെ വാല്യൂവിനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറയാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ N/Pയുടെ വാല്യൂ 1-നും 1.1 വരെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? ദ വാല്യൂ ഓഫ് N/P എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.1 ആണെങ്കിൽ, 1.1 കുറയാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് സ്റ്റെബിലിറ്റിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അത് 1 മാത്രമല്ല കേട്ടോ സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ സോഡിയം എടുത്ത് നോക്കിയേ, സോഡിയത്തിൻ്റെ വരുന്നത് സോഡിയം 1123 ആണ്. സോ അവിടെ N/Pയുടെ വാല്യൂ വരുന്നത് 12/11 ആണ് ഇൻ ദ കേസ് ഓഫ് സോഡിയം. എന്ന് വെച്ചാൽ സോഡിയം സ്റ്റേബിൾ അല്ലേ. അപ്പോൾ N/P ഈക്വൽ ടു 1 ആവണമെന്നില്ല. N/Pയുടെ വാല്യൂ ഒരു 1.1 വരെ ആറ്റം പെർഫെക്റ്റ്ലി സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഈ N/Pയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.1 ആണ്. പക്ഷേ അതിൻ്റെ വാല്യൂ N/Pയുടെ വാല്യൂ ഒരു 1.1-നും 1.3-ക്കും ഇടയിലാണ് വാല്യൂ വരുന്നതെങ്കിൽ, ബിറ്റ്വീൻ 1.1 ആൻഡ് 1.3 ആണെങ്കിൽ അത് സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ അല്ല എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ, ആ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിനെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. സോ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. സോ the nuclei with N/P ratio in between 1.1 and 1.3 are not stable. Not stable in the sense, നോർമൽ കേസുകളിൽ അത് സ്റ്റെബിലിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെ എന്താക്കി മാറ്റാം? റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാം. റേഡിയോ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ അല്ല. പിന്നെ അത് ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ഒക്കെ എമിറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? റേഡിയോ ആക്റ്റീവായിട്ട് മാറും. സോ N/Pയുടെ വാല്യൂ 1.1-നും 1.3-ക്കും ഇടയിലാണെങ്കിൽ നോർമൽ കേസുകളിൽ അത് സ്റ്റേബിൾ ആണ്. ബട്ട് യു ക്യാൻ മേക്ക് ദം റേഡിയോ ആക്റ്റീവ് ബൈ മീൻസ് ഓഫ് സം
ബൊമ്പാർഡിങ് വിത്ത് സം ന്യൂട്രോൺ അങ്ങനെ അല്ലെങ്കിൽ അതുപോലെയുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് ബൊമ്പാർഡ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റാൻ പറ്റും, റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. ഇനി ഈ N/P വാല്യൂ, അടുത്തൊരു കേസ് എന്ന് പറയുന്നത് N/P വാല്യൂ ഗ്രേറ്റർ ദാൻ 1.3 ആണ്. ഗ്രേറ്റർ ദാൻ 1.3 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇറ്റ് വിൽ ബി നാച്ചുറലി റേഡിയോ ആക്റ്റീവ്. അപ്പോൾ 3 വാല്യൂസ് ആണ്. 1.1 വരെ സ്റ്റേബിൾ ആണ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ മേക്ക് ഇറ്റ് റേഡിയോ ആക്റ്റീവ് ഓർ യു ക്യാൻ ഇൻഡ്യൂസ് ദ റേഡിയോ ആക്ടിവിറ്റി. ഇൻഡ്യൂസ് റേഡിയോ ആക്ടിവിറ്റി ഈ പറയുന്നതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1.3 ആണെങ്കിൽ ഇറ്റ് വിൽ ബി നാച്ചുറലി റേഡിയോ ആക്റ്റീവ്. അപ്പം അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ N/P റേഷ്യോ വെച്ചിട്ട് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂക്ലിയസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്റ്റേബിൾ, ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്റ്റീവ് ആൻഡ് നാച്ചുറലി റേഡിയോ ആക്റ്റീവ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കുന്നത് N=P ആയിരിക്കുമ്പോഴാണ്, ആൻഡ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഫോർ ദ ലൈറ്റർ ന്യൂക്ലിയൈ. പക്ഷേ ഈ N-ൻ്റെ വാല്യൂ 1 വേണമെന്നില്ല, 1.1 വരെയൊക്കെ അതെന്താണ്, സ്റ്റേബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഒരു 83 വരെ മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. 83ക്ക് മേലെ പോയി കഴിഞ്ഞാൽ, അറ്റോമിക് നമ്പർ 83 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് ബിസ്മത്ത് ആണ്. 83 എന്ന് പറയുമ്പോൾ 83 കറസ്പോണ്ട്സ് ടു ബിസ്മത്ത്. സോ ആസ് പെർ ദിസ് N/P ഗ്രാഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഹെവിയസ്റ്റ് ന്യൂക്ലിയസ് ഈസ് ബിസ്മത്ത്. ബിസ്മത്തിന് ശേഷം എല്ലാവരും എന്താണ്, നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഈ പറഞ്ഞതൊക്കെയാണ്. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രെഡായി കിടക്കുന്ന ഗ്രാഫാണ്. സ്പ്രെഡായി കിടക്കുന്ന ഗ്രാഫ് ഒന്നുമല്ല മക്കൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോ എലമെൻസിൻ്റെയും പല ഐസോടോപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ, ഇപ്പോൾ ഒരേ അറ്റോമിക് നമ്പർ തന്നെ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 40 എന്ന് പറയുന്ന ഒരു അറ്റോമിക് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ 40ന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ മാസ് നമ്പറുകളില്ലേ. ഈ 40ന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടം തൊട്ട് എവിടം വരെ ഉണ്ട്, ഒരു 45 തൊട്ട് 70 വരെ മാസ് നമ്പർ വരുന്നുണ്ട്. കാരണം അത്രയും ഐസോടോപ്പുകൾ അവിടെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഐസോടോപ്പുകൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ ഓരോ ഐസോടോപ്പിൻ്റെയും N/P റേഷ്യോ എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. മാസ് നമ്പർ എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ, ഡിഫറൻറ്റ് മാസ് നമ്പർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്പ്രെഡായി കിടക്കുന്ന ഗ്രാഫ് വരുന്നത്. ഇത് ഐഡിയൽ ഗ്രാഫാണ്, N/Pയുടെ ഐഡിയൽ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഐഡിയൽ ഗ്രാഫ് എന്ന് പറയുന്നത് എവിടെ വരെ വാലിഡ് ആയിട്ടുള്ളൂ, 20 വരെ വാലിഡ് ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ പറഞ്ഞതാണ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ N/P റേഷ്യോ 1.3 കൂടുതലായി കഴിഞ്ഞാൽ, if it is greater than 1.3, the material itself will become highly unstable and it will emit പാർട്ടിക്കിൾസ് ആസ് വെൽ ആസ് എനർജി. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള പാർട്ടിക്കിളാണ്, ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും. എനർജി എന്ന് പറയുന്നത് ഗാമ റേഡിയേഷനാണ്, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഇറ്റ് വിൽ സ്പോണ്ടേനിയസ്ലി എമിറ്റ് ദോസ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജീസ് ടിൽ ഇറ്റ് അറ്റൈൻസ് എ സ്റ്റെബിലിറ്റി. അപ്പോൾ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, അതെന്ത് ചെയ്തോളും, സ്വയം ഒരു സ്റ്റെബിലിറ്റി സ്റ്റേറ്റിലേക്ക് എത്തിക്കോളും. മറ്റേ മെറ്റീരിയൽ ആണെങ്കിൽ N/Pയുടെ വാല്യൂ ബിറ്റ്വീൻ 1.1 ആൻഡ് 1.3 ആണെങ്കിൽ അത് റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാം നിങ്ങൾക്ക്, പക്ഷേ അതെന്താണ്, സ്റ്റേബിൾ ആണ്. ഈ ഒരു N/Pയുടെ വാല്യൂവിൽ പല ബുക്കുകളിൽ പലതരത്തിലുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് പറഞ്ഞത്. ഇപ്പോൾ ചിലയിടത്തത് 1.4 മുകളിൽ എന്ന് പറയും. 1.4 മുകളിലല്ല, ആസ് പെർ ദ ന്യൂക്ലിയർ സ്റ്റാൻഡേർഡ് 1.3 മുകളിലുള്ള ഏതൊരു ന്യൂക്ലിയസും നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അത് പല ബുക്കുകൾ പല ഓതേഴ്സ് അതിനെ മാറി മാറി എഴുതിയിട്ടുണ്ടാവാം. ഞാനത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ്, എന്താ പറയുക, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് ഈ N/P വാല്യൂവിനെ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മളിപ്പോൾ ഓരോ ന്യൂക്ലിയർ റിയാക്ടറുകളിലും പലതരത്തിലുള്ള ഫ്യൂവൽസ് ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ആ ഫ്യൂവൽസിനെ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഫ്യൂവലാണ് ഏറ്റവും നല്ലത് എന്നവർ ചൂസ് ചെയ്യുന്നത് ഈ N/Pയുടെ വാല്യൂ വെച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ യുറേനിയം വേണോ തോറിയം വേണോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യും. സോ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും 1.3 കൂടിയ ആൾക്കാരെയാണ്. അപ്പോൾ 1.3 മുകളിലാണെങ്കിൽ എന്തായാലും അതിന് നാച്ചുറലി റേഡിയോ ആക്ടിവിറ്റി കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇപ്പം വേറെ ബുക്കിൽ വേറെ തരത്തിലാണ്, ഞാനത് സ്റ്റാൻഡേർഡ് വാല്യൂ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അത് സ്റ്റേബിൾ ആണ്, പക്ഷേ നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും, റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റെബിലിറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണേണ്ടത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക്ക് തന്നെയാണ് റേഡിയോ ആക്ടിവിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണേണ്ടത്. ഓക്കെ.
താങ്ക് യു.